എനിക്കിപ്പോൾ ഇവിടെ ഗമ കാണിക്കാനൊന്നുമില്ല. ഒരു പക്ഷേ ചിരിക്കാൻ മറന്നുപോയാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു കുറ്റം തോന്നും, വിഷമം തോന്നും. അപ്പോൾ സുരാജും എങ്ങനെയായാലും എവിടെയൊക്കെ പോയാലും അന്വേഷിക്കുകയും ആദ്യമായിട്ടൊരു തയ്യക്കട തുടങ്ങുമ്പോൾ ശിവൻകുട്ടി സാറൊക്കെ അന്ന് എസ്.എൻ. കോളേജിലൊക്കെ ഭയങ്കര നേതാവൊക്കെ ആയിട്ട് നല്ല ചെറുപ്പം അതിലേക്ക് ചെത്തി നടക്കുകയും എൻ്റെ അടുത്ത് ഷർട്ട് വയ്ക്കാൻ വരുകയൊക്കെ ചെയ്തിട്ടുള്ള അപ്പോൾ അത് എനിക്ക് വേണം. എൻ്റെ ദാഹം തീർന്നിട്ടില്ല, എനിക്ക് അഭിനയിക്കണം. സുരാജിൻ്റെ മുമ്പിലെത്തണം, ആള് ഓടട്ടെ കൂടെ എന്നതുപോലെ എനിക്ക് മുമ്പേ ഓടണം. ഇപ്പോൾ ഭഗവാന്റെ നാമധേയത്തിലുള്ള സമ്മാനം തന്നു. അതിന് പ്രത്യേകം ഞാൻ ഭാരവാഹിയോട് നന്ദി പറയുന്നു. എനിക്ക് ഇതൊക്കെ കുടുംബത്തിൽ നിന്ന് തന്നെ കിട്ടുന്ന അംഗീകാരം, സമ്മാനം പോലാണ്. നമുക്ക് എവിടെയൊക്കെ പോയി എത്ര മിടുക്ക് കാണിച്ചാലും തൊട്ടടുത്തുള്ളവരോ സഹോദരങ്ങളോ കുടുംബത്തിലുള്ളവർക്കോ നമ്മൾ എപ്പോഴും അടുപ്പമായിരിക്കും. ആ വളർച്ച അവർ ഒരുപക്ഷെ കാണണമെന്നില്ല, പക്ഷെ അത് തിരിച്ചറിയുകയും നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുമ്പോൾ നമുക്ക് കൂടുതലൊരു ഉന്മേഷമാണ്. എനിക്കിപ്പോൾ ഇവിടെ ഗമ കാണിക്കാനൊന്നുമില്ല. കാരണം അങ്ങനെയുള്ളൊരു സ്ഥലവും വേദിയും സദസ്സും ഒക്കെയാണ്. ഞാൻ ആ കുളത്തൊക്കെ ചെറുവയ്ക്കലൊക്കെ ആദ്യമായിട്ടൊരു തയ്യക്കട തുടങ്ങുമ്പോൾ ശിവൻകുട്ടി സാറൊക്കെ അന്ന് എസ്.എൻ. കോളേജിലൊക്കെ ഭയങ്കര നേതാവൊക്കെ ആയിട്ട് നല്ല ചെറുപ്പം അതിലേക്ക് ചെത്തി നടക്കുകയും എൻ്റെ അടുത്ത് ഷർട്ട് വയ്ക്കാൻ വരുകയൊക്കെ ചെയ്തിട്ടുള്ള അത്രയും സ്നേഹവും അടുപ്പവും അന്നേ ഉണ്ട്. അപ്പോൾ അദ്ദേഹം മന്ത്രിയായിട്ടും മന്ത്രിയാണെന്ന് തോന്നില്ല, കാരണം നമുക്കത്രയും അടുപ്പമുള്ളതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഓരോരുത്തരും കവി വിഭു പിരപ്പങ്കോട്, നമ്മളെ കുടുംബത്തിൽ നമുക്ക് സ്വന്തമായിട്ടൊരു കവിയുണ്ടല്ലോ എന്ന് പറയാൻ തോന്നുന്ന പോലെ അശോക് ശശിമാരായാലും അങ്ങനെ തന്നെ. ഇത്രയും നല്ല സുഹൃത്തുക്കളും കൂട്ടുകെട്ടും ഉള്ളപ്പോൾ നമ്മളൊരു പടി പിന്നോട്ടും ആയിപ്പോകരുത്, അവർക്കൊപ്പം എത്തണം, കൂടെ എത്തണം എന്നുള്ള തോന്നലാണ്, ആ ഒരു കൂട്ടുകെട്ടാണ്. അപ്പോൾ സുരാജും എങ്ങനെയായാലും എവിടെയൊക്കെ പോയാലും അന്വേഷിക്കുകയും നമുക്കൊപ്പം ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു വലിയ സാഹോദര്യം തിരുവനന്തപുരത്തുള്ള എല്ലാവരിലും ഉണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എങ്ങനെയാണ് വന്നതെന്നോ എങ്ങനെ സിനിമയിൽ നിൽക്കുന്നതെന്നോ ഒക്കെ എല്ലാവർക്കും അറിയാവുന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് പ്രത്യേകിച്ചൊരു പക്ഷേ ചിരിക്കാൻ മറന്നുപോയാൽ തന്നെ കുറച്ച് കഴിയുമ്പോൾ എനിക്കൊരു കുറ്റം തോന്നും, വിഷമം തോന്നും. നമ്മുടെ ഒരു ടെൻഷൻ മറ്റുള്ളവരെ അറിയിക്കുകയോ ഒന്നും പാടില്ലല്ലോ, അവർ നമ്മളെ കാണുന്നുണ്ട്. ഒരു കലാകാരനെ സംബന്ധിച്ച് നാട്ടുകാരുടെയോ അല്ലെങ്കിൽ ഒരു നാട്ടുകൂട്ടത്തിൻ്റെയോ സ്നേഹമോ സഹായമോ ഇല്ലാണ്ട് ഒരു കലാകാരനും നിൽക്കാൻ പറ്റത്തില്ല. അവർ നമ്മളെ ശ്രദ്ധിക്കണം, നമ്മൾ ചെയ്യുന്നത് വിലയിരുത്തണം. അവരൊരു കയ്യടിയോ ഒരു ചിരിയോ ഇല്ലെങ്കിൽ ഒരു കലാകാരനും മുമ്പോട്ട് പോകില്ല, തളർന്നു പോകും. അപ്പം അത് എനിക്ക് വേണം. എൻ്റെ ദാഹം തീർന്നിട്ടില്ല, എനിക്ക് അഭിനയിക്കണം. സുരാജിൻ്റെ മുമ്പിലെത്തണം, ആള് ഓടട്ടെ കൂടെ എന്നതുപോലെ എനിക്ക് മുമ്പേ ഓടണം. അപ്പോൾ ഇതെല്ലാം നിങ്ങളെ സംബന്ധിച്ച് വീട്ടുകാരെ തന്നെയാണല്ലോ, കുടുംബത്തിലുള്ളതല്ലേ. അപ്പോൾ ഞങ്ങളുടെ എല്ലാവരോടും കാണിക്കുന്ന സ്നേഹത്തിനും ഞാൻ ബഹുമാനപ്പെട്ട ആദരവുള്ള സദസ്സിനും വേദിക്കുമൊക്കെ നന്ദി പറയുന്നു. ഈ സമ്മാനത്തിന് ഞാൻ പ്രത്യേകം നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അനുഗ്രഹിച്ചു.